സ്വാഗതം. നമ്മള് എന്താ പറയാ വിവരങ്ങളുടെ ഒരു കടലിലാണല്ലോ ജീവിക്കുന്നത് അല്ലേ? ശരിയാണ്. എവിടെ നോക്കിയാലും ഇൻഫർമേഷനാണ്. ഫോൺ എടുത്താൽ മതി. വാർത്ത, സോഷ്യൽ മീഡിയ പോസ്റ്റ്, പലതരം ക്ലെയിമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിലേതാണ് ശരി, ഏതാണ് പകുതി ശരി, ഏതാണ് വെറും തെറ്റിദ്ധാരണ? അതാണ്. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഈ ഒരു വെല്ലുവിളി നേരിടാൻ സഹായിക്കുന്ന ഒരു രീതി, കാര്യങ്ങളെ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ഒരു യുക്തിയോടെ സമീപിക്കാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഉം, ഇതിലെ രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ചിന്താരീതിയുടെ ഒരു ബേസ് വരുന്നത് വളരെ പഴയ ഒരു സ്രോതസ്സിൽ നിന്നാണ്. അതെ. നമ്മളിന്ന് നോക്കുന്നത് ഒരു യൂട്യൂബ് വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ലേഖനവുമാണ്. ശരി. അപ്പോ ഈ സോഴ്സുകൾ പറയുന്നത് ഖുർആനിൽ നിന്ന് എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഫ്രെയിംവർക്കിനെ പറ്റിയാണ്. ഓക്കെ. ഇവിടെ നമ്മളൊരു കാര്യം, ഒരു ഡിസ്ക്ലൈമർ പോലെ പറയേണ്ടതുണ്ട്. നമ്മളിവിടെ ഖുർആനെ ഒരു മതഗ്രന്ഥം എന്ന രീതിയിൽ മാത്രമല്ല കാണുന്നത്. അല്ല, തീർച്ചയായും അല്ല. അതിലുപരി ഒരു വാദം വരുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്യാം, അതിന്റെ ലോജിക് എങ്ങനെ ചോദ്യം ചെയ്യാം, തെളിവുകളെ എങ്ങനെ നോക്കിക്കാണാം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടൂൾ, അതിന്റെ ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത്. എക്സാക്ട്ലി. അതായത് ഒരു മെന്റൽ ടൂൾ കിറ്റ് പോലെ. ഏതു വിഷയത്തിൽ ഒരു വാദം കേട്ടാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന്. അതെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു മിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിന്താരീതിയെ അടുത്തറിയുക, അതിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക, പിന്നെ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാം, ഈ വരുന്ന വിവരങ്ങളെ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ ഇത് ഉപകരിക്കുമോ എന്ന് നോക്കുക. അതാണ് ലക്ഷ്യം. ശരി. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഉം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ നമ്മളിപ്പോ കുറച്ച് പാടുപെടുന്നുണ്ട്, പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്. അത് അപ്പടി വിശ്വസിക്കും. അതെ. പക്ഷേ ഈ സ്രോതസ് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇത്തരം ക്ലെയിമുകളെ നേരിടാൻ ഒരു വഴി ആളുകൾ ചിന്തിച്ചിരുന്നു എന്നാണ്. ശരിയാണ്. അവരത് വിശദീകരിക്കുന്നത് ഒരു പഴയ ഉദാഹരണം എടുത്തുകൊണ്ടാണ്. ഒരു പ്രത്യേക വാദം. എന്തായിരുന്നു അത്? ദൈവത്തിന് പെൺമക്കളുണ്ട് എന്നൊരു വാദം. പഴയകാലത്തെ ചില ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം. ഓക്കെ. അപ്പൊ ആ വാദത്തെ എങ്ങനെയാണ് യുക്തി ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പൊളിച്ചടുക്കുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട്. ആ രീതി മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് ആശയത്തെയും ഏത് ക്ലെയിമിനെയും ഇതുപോലെ സമീപിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഗുണം. കൊള്ളാം. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആ വാദത്തെ ആ വാദം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനെ ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേറ്റ് ചെയ്യുക, അതായത് അതിനോട് ചേർന്നുള്ള മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ അതിനെ വേർതിരിച്ചെടുക്കുക. അതെ. സ്രോതസ്സിൽ അതിനെ കെട്ടിച്ചമച്ചത് ഒരു ഫാബ്രിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു ദിവ്യമായ രഹസ്യമോ വെളിപാടോ ഒന്നുമല്ല, ഇത് മനുഷ്യനുണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. അപ്പോൾ അതിനെ നമുക്ക് പരിശോധിക്കാം എന്നൊരു സൂചന അവിടെയുണ്ട്. അത് നല്ലൊരു പോയിന്റാണ്. നുണ എന്ന് പറയുന്നതിന് പകരം നിർമ്മിതി എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റും. ശരിയാണ്. ഓക്കെ, അപ്പോൾ വാദം നമ്മൾ വേർതിരിച്ചെടുത്തു. അതുകൊണ്ട് മാത്രമായില്ലല്ലോ, അതിൽ കഴമ്പുണ്ടോന്നറിയണ്ടേ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതാണ് അടുത്ത പ്രധാന ചോദ്യം. അതിന്റെ ഇന്റേണൽ ലോജിക്. അതായത് പുറത്തുനിന്ന് നമ്മൾ തെളിവ് കൊണ്ടുവരുന്നതിന് മുൻപ് ആ ആശയം അതിൽ തന്നെ നിൽക്കുമോ, ലോജിക്കലാണോ? അതിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അതെ. ആ സ്രോതസ്സിലെ ഉദാഹരണത്തിൽ അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ആ വാദം പറയുന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആൺകുട്ടികളെയല്ലേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ദൈവത്തിന് നിങ്ങൾ അത്ര ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളെ കൽപ്പിച്ചു നൽകുന്നത്? വാവ്, അത് കൊള്ളാം. അതായത് അവരുടെ തന്നെ ലോജിക്കിനെ വെച്ച് അവരെ ചോദ്യം ചെയ്യുന്നു. അതെ. അവരുടെ വാല്യൂ സിസ്റ്റത്തിലെ ഒരു കോൺട്രഡിക്ഷൻ എടുത്തു കാണിക്കുകയാണ്. ഇത് ശരിക്കും എന്താ പറയുക, വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവാണ്. പുറത്തുനിന്ന് തെളിവ് കൊണ്ടുവരും മുൻപേ നിങ്ങളുടെ ലോജിക്ക് തന്നെ ശരിയല്ലല്ലോ എന്ന് പറയുന്നത് പോലെ. അതെ. കാരണം പല വാദങ്ങളുടെയും ഒരു വീക്ക്നെസ് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ശരിയാണ്. ആന്തരിക വൈരുദ്ധ്യം, ഇന്റേണൽ കോൺട്രഡിക്ഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആ വാദത്തിന് വലിയ നിലനിൽപ്പില്ല. ഈ ഘട്ടത്തിൽ വേറൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്താണത്? ഹൗ ഡിഡ് യു അറൈവ് അറ്റ് ദിസ് കൺക്ലൂഷൻ? ഇത് കേൾക്കുമ്പോൾ ആ വാദം പറയുന്ന ആള് മാത്രമല്ല, ചുറ്റുമുള്ളവരും ഒന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ടല്ലേ. അയ്യോ, ഞാനിത് വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇതിൽ കാര്യമില്ലേ എന്ന് തോന്നിപ്പോകാം. തീർച്ചയായും. അവിടെയാണ് അതിന്റെ പവർ. അപ്പോൾ ഈ ഇന്റേണൽ ലോജിക്കിന്റെ പരിശോധന കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. തന്ത്രമൊന്ന് മാറുകയാണ്. ഓക്കെ, ലോജിക്കലി ഇത് വീക്കാണെന്ന് കണ്ടു, പക്ഷെ അവിടെ നിർത്തുന്നില്ല. നിർത്തുന്നില്ല. അടുത്തത് എക്സ്റ്റേണൽ എവിഡൻസ്,
പുറത്തുനിന്നുള്ള സ്ഥിരീകരിക്കാൻ പറ്റുന്ന തെളിവുകൾ ആവശ്യപ്പെടുകയാണ്. ഓക്കെ. ഇതാണ് ഈ രീതിയെ ശരിക്കും സ്ട്രോങ് ആക്കുന്നത്. ഈ 2 ലെവലിലുള്ള പരിശോധന: 1, ആശയം ഉള്ളിൽ ഓക്കെയാണോ? 2, പുറത്തിതിനെ സപ്പോർട്ടുണ്ടോ? ശരി. അപ്പോ ആന്തരികമായിട്ട് ലോജിക് ഇല്ലെങ്കിൽ തന്നെ വാദം ദുർബലമായി. ഇനി പുറത്തുനിന്നുള്ള തെളിവ് ചോദിക്കുമ്പോൾ ആദ്യം എന്താണ് ചോദിക്കുന്നത്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള, പക്ഷേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള തെളിവ്: ദൃക്സാക്ഷി വിവരണം, ഐ വിറ്റ്നസ് ടെസ്റ്റിമണി. ഓ, സ്രോതസ് ചോദിക്കുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഈ പറയുന്ന കാര്യം നേരിട്ട് കണ്ടതാണോ? കൊള്ളാം. ഇത് കാര്യങ്ങളെ വളരെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ടു, അവര് പറഞ്ഞു എന്നതിനപ്പുറം ഞാൻ കണ്ടു എന്നതിനൊരു പ്രാധാന്യം വരുന്നു. അതെ. സത്യം പറഞ്ഞാല് ഇന്ന് നമ്മൾ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കാണുന്ന പല ഫോർവേഡുകളില്ലേ, അതിനെയൊക്കെ നേരിടാൻ ഈ ഒരൊറ്റ ചോദ്യം മതിയാകുമെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇത് നിങ്ങൾ നേരിട്ട് കണ്ടതാണോ എന്ന് ചോദിച്ചാൽ മതി. അതെ. ഊഹാപോഹങ്ങളെയും സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനെയും ഇത് ഡയറക്റ്റ് ആയിട്ട് ചാലഞ്ച് ചെയ്യും. ഇനി ഒരാൾ പറയുകയാണ്, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ അടുത്ത ചോദ്യം വരും, ഓക്കെ, നിങ്ങൾ കണ്ടില്ല, പിന്നെ എന്തു വ്യക്തമായ മൂർത്തമായ തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? മൂർത്തമായ തെളിവ് അതായത് വെറും വാക്കുകളല്ല, എന്തെങ്കിലും ഒബ്ജക്റ്റീവായിട്ടുള്ള, കാണിക്കാനും പരിശോധിക്കാനും പറ്റുന്ന എന്തെങ്കിലും തെളിവ്. ഒരു വസ്തുവോ ഒരു റെക്കോർഡോ, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ. അപ്പം ദൃക്സാക്ഷിയുമല്ല, കയ്യിൽ വേറെ ഉറപ്പുള്ള തെളിവുകളുമില്ല. ഇനി തീർന്നോ? ഇല്ല. അവിടെയാണ് അവസാനത്തെ ആവശ്യം വരുന്നത്. അതും വളരെ ക്രൂഷ്യലാണ്. ആധികാരികമായ സ്രോതസ് എവിടെ? ഒത്തോറിറ്റേറ്റീവ് സോഴ്സ്. ആധികാരിക സ്രോതസ്സോ? അതെ. അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് അടിസ്ഥാനമായിട്ട് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമോ ഒരു രേഖയോ ഒരു പഠനമോ എന്തെങ്കിലുമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ, നമുക്ക് നോക്കാം എന്ന്. വെറും പേഴ്സണൽ ഒപ്പീനിയനോ കേട്ടറിവോ അല്ല, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അതോറിറ്റി. മനസ്സിലായി. അപ്പോ ഈ പഴയ ഉദാഹരണത്തിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ കിട്ടിയത് ഒരു ക്ലെയിമിനെ അനലൈസ് ചെയ്യാനുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതെ. വെറുതെ തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, ഒരു പ്രത്യേക ഓർഡറിൽ ഓരോ സ്റ്റെപ്പായിട്ട് അതിന്റെ കഴമ്പും തെളിവും പരിശോധിക്കുന്നു. കറക്റ്റ്. ഈ ചോദ്യങ്ങളെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ 4 സ്റ്റെപ്പ് ഫ്രെയിംവർക്കായിട്ട് മാറ്റിയെടുക്കാം. ഓക്കെ. ഏത് ക്ലെയിം കേട്ടാലും ഈ ഒരു ഫിൽട്ടറിലൂടെ ഒന്ന് കടത്തിവിട്ട് നോക്കാം. എന്തൊക്കെയാണ് 4 സ്റ്റെപ്പുകൾ? 1. അവകാശവാദം വേർതിരിക്കുക. ഐസൊലേറ്റ് ദ ക്ലെയിം. എന്താണ് ആക്ച്വലി പറയുന്നത്? അതിന് ചുറ്റുമുള്ള വിശദാംശങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നും വേർതിരിച്ച് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ശരി. സ്റ്റെപ്പ് 1. 2. അതിന്റെ ആന്തരിക യുക്തി പരിശോധിക്കുക. പ്രോബ് ഇറ്റ്സ് ഇന്റേണൽ ലോജിക്. ഈ പറയുന്ന കാര്യം അത് അതിൽ തന്നെ ലോജിക്കലാണോ? അതിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ? സ്റ്റെപ്പ് 2. 3. നേരിട്ടുള്ള തെളിവ് ആവശ്യപ്പെടുക. ഡിമാൻഡ് ഡയറക്റ്റ് എവിഡൻസ്. ഇത് നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എന്ത് എവിഡൻസ് ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? റൈറ്റ്. സ്റ്റെപ്പ് 3. 4. ആധികാരികമായ തെളിവ് ആവശ്യപ്പെടുക. റിക്വയർ ഓതോറിറ്റേറ്റീവ് പ്രൂഫ്. ഈ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന വല്ല വിശ്വസനീയമായ രേഖയോ പഠനമോ എക്സ്പേർട്ട് ഒപ്പീനിയനോ ഉണ്ടോ? ആ സോഴ്സ് എത്രത്തോളം ക്രെഡിബിൾ ആണ്? ഓക്കെ. അപ്പൊ ഈ 4 സ്റ്റെപ്പുകൾ: വേർതിരിക്കുക, യുക്തി നോക്കുക, നേരിട്ടുള്ള തെളിവ് ചോദിക്കുക, ആധികാരിക തെളിവ് ചോദിക്കുക. അതെ. ഇത് കേൾക്കാൻ സിമ്പിളാണെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ നല്ല പവർഫുൾ ആവുന്ന തോന്നണോ? പക്ഷെ ഒരു ചോദ്യം: നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ഈ ഒരു ഫ്രെയിംവർക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഡിജിറ്റൽ വേൾഡില്, ഈ ഫേക്ക് ന്യൂസിന്റെ കാലത്ത് ഇതിന് എത്രത്തോളം റെലവൻസ് ഉണ്ട്? വളരെ റെലവന്റ് ആയ ചോദ്യമാണ്. സത്യം പറഞ്ഞാല് ഇതിന്റെ റെലവൻസ് പണ്ടത്തെക്കാളും കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തങ്ങനെ? കാരണം ഈ ഫ്രെയിംവർക്കിന്റെ ഒരു കാതൽ എന്താണ്? നമ്മൾ വിവരങ്ങളെ പാസീവായിട്ട് സ്വീകരിക്കുന്നതിന് പകരം ആക്റ്റീവായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ശീലമുണ്ടാക്കുക എന്നതാണ്. ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ്. അതെ. ഒരു വാട്സാപ്പ് മെസ്സേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഹെഡ്ലൈൻ വായിക്കുമ്പോൾ വെറുതെ ഷെയർ ചെയ്യുന്നതിന് പകരം ഒരു നിമിഷം നിർത്തുക. എന്നിട്ട് ചോദിക്കുക, ഒരു മിനിറ്റ്, ഇതിലെ ലോജിക് ഓക്കെയാണോ? ഇത് പറഞ്ഞ ആൾക്ക് ഇതെങ്ങനെയാ അറിയാം? ഇതിന് വല്ല എവിഡൻസും ഉണ്ടോ? ശരിയാണ്. ആ ഒരു പോസ്, ആ ഒരു ചോദ്യം ചെയ്യല്, അത് തന്നെ വലിയ വ്യത്യാസമുണ്ടാക്കും. ഇത് മറ്റുള്ളവരെ തർക്കിച്ച് തോൽപ്പിക്കാനുള്ളൊരു ട്രിക്കല്ല. ഇത് നമുക്ക് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആവാനുള്ളൊരു ടൂളാണ്. നമ്മുടെ ചിന്തകളെ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു വഴി. അതെ. ചുറ്റുമുള്ള ആ ബഹളത്തിനിടയിൽ നിന്ന്
എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് കണ്ടെത്താനുള്ള ഒരു സഹായി. അതെ, നമുക്ക് മറ്റേ സ്രോതസ്സിൽ നിന്നുള്ള ഒരു മോഡേൺ എക്സാമ്പിൾ നോക്കിയാലോ? അപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. ആ, നോക്കാം. ഏതാണ് ആ ഉദാഹരണം? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ക്ലെയിമാണ്, ഓർഗാനിക് ഫുഡ് സാധാരണ ഫുഡിനേക്കാൾ എപ്പോഴും ആരോഗ്യകരമാണ്. ഓ, ഇത് കേട്ടിട്ടുണ്ട്. പലരും വിശ്വസിക്കുന്ന കാര്യമാണ്. അതെ, ഒറ്റക്കേൾവിയിൽ ശരിയാണെന്ന് തോന്നും. എന്നാൽ നമുക്ക് ഈ 4 സ്റ്റെപ്പ് അപ്ലൈ ചെയ്തു നോക്കാം. ഓക്കേ. 1. വേർതിരിക്കുക. ക്ലെയിം ക്ലിയർ ആണ്, ഓർഗാനിക് ഭക്ഷണം എപ്പോഴും ആരോഗ്യകരമാണ്. ശരി. 2. യുക്തി പരിശോധിക്കുക. ഇവിടെ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും. ആ, ഓൾവേസ്. ഇതൊരു ഓവർ ജനറലൈസേഷൻ അല്ലേ? എല്ലാ ഓർഗാനിക് പ്രോഡക്റ്റും എല്ലാ സാഹചര്യത്തിലും നോൺ ഓർഗാനിക്കിനേക്കാൾ ഹെൽത്തി ആണോ? ചിലപ്പോ ആയിരിക്കില്ല. ഒരു ഉദാഹരണം പറയാം. ഓർഗാനിക് ഷുഗറും ഓർഗാനിക് മൈദയും വെച്ച് ഉണ്ടാക്കിയ ഒരു കേക്ക്. നല്ല ഹൈ ഷുഗറും ഫാറ്റുമുണ്ട്. അത് ഓർഗാനിക് അല്ലാത്തൊരു ആപ്പിളിനേക്കാൾ ആരോഗ്യകരമാണോ? അല്ല, തീർച്ചയായും അല്ല. അപ്പോ ആ എപ്പോഴും എന്ന വാക്ക് അവിടെ ഒരു ലോജിക്കൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ശരിയാണ്, യുക്തിപരമായി അവിടെ ഒരു പ്രശ്നമുണ്ട്. 3. നേരിട്ടുള്ള തെളിവ് ആവശ്യപ്പെടുക. ഈ ആരോഗ്യകരം എന്ന് പറയുന്നതിന് എന്താണ് തെളിവ്? ആഹാ. വെറുതെ ഓർഗാനിക് എന്ന ലേബിൾ കണ്ടാൽ മതിയോ? പോരാ, ഓർഗാനിക് കഴിക്കുന്നവരെയും അല്ലാത്തവരെയും താരതമ്യം ചെയ്തുള്ള സ്റ്റഡീസ് വേണം. കൺട്രോൾഡ് സ്റ്റഡീസ്. അതെ, ന്യൂട്രീഷൻ വാല്യൂവിൽ എന്ത് വ്യത്യാസമുണ്ട്, ഹെൽത്ത് ഔട്ട്കംസിൽ എന്ത് മാറ്റമുണ്ട്, ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് വേണം. അല്ലാതെ എനിക്ക് തോന്നി, ഞാൻ കേട്ടു എന്നതല്ല തെളിവ്. ശരി. 4. ആധികാരികത ആവശ്യപ്പെടുക. ഇനി അഥവാ അങ്ങനത്തെ സ്റ്റഡീസ് ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെ നിന്നുള്ളതാണ്? സോഴ്സ്. ഏതെങ്കിലും ഒരു ബ്ലോഗിൽ നിന്നോ അല്ലെങ്കിൽ ഓർഗാനിക് പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ മതിയോ? പോരാ. റിപ്യൂട്ടഡ് ആയിട്ടുള്ള സയന്റിഫിക് ജേർണലുകളിൽ പബ്ലിഷ് ചെയ്ത പിയർ റിവ്യൂഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അതോറിറ്റേറ്റീവ് സോഴ്സ്. കൊള്ളാം. ഈ 4 സ്റ്റെപ്പിലൂടെ കടന്നുപോയപ്പോൾ ഓർഗാനിക് എപ്പോഴും ബെസ്റ്റാണ് എന്ന ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് മാറി. അതെ. പകരം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഓർഗാനിക് നല്ലതായിരിക്കാം, പക്ഷേ അത് ഉറപ്പിച്ചു പറയണമെങ്കിൽ നല്ല തെളിവുകൾ വേണമെന്നൊരു കുറച്ചുകൂടി ന്യൂവാൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യൂവിലേക്ക് നമ്മളെത്തി. എക്സാക്ട്ലി. കണ്ടില്ലേ, ഇതെത്ര പ്രാക്ടിക്കലാണെന്ന്. ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ബുൾഷിറ്റ് ഡിറ്റക്ടറിനെ ഓൺ ചെയ്യുന്ന പോലെയാണ്. അത് നല്ല പ്രയോഗമാണ്. ഒരു ക്ലെയിം കേൾക്കുമ്പോൾ ഈ 4 ചോദ്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അത് നമ്മുടെ ചിന്തകളെ കുറച്ചുകൂടി ക്ലിയറാക്കും, ഷാർപ്പാക്കും. അപ്പോ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഈ ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 4 ഘട്ട ചിന്താരീതിയാണ്. ഒന്നുകൂടി പറയാം. വാദം വേർതിരിക്കുക, അതിൻ്റെ ഉള്ളിലെ യുക്തി നോക്കുക, നേരിട്ടുള്ള തെളിവ് തേടുക, ആധികാരികമായ തെളിവ് ചോദിക്കുക. അതെ, ഓർക്കാൻ എളുപ്പമുള്ള പക്ഷെ വളരെ ശക്തമായൊരു ഉപകരണം. ഇത് വെറുതെ കേട്ടിരിക്കാനുള്ള ഒന്നല്ല. അല്ല, ഇത് ഉപയോഗിക്കാനുള്ളൊരു ടൂളാണ്, പരിശീലിക്കേണ്ട ഒരു സ്കില്ലാണ്. നിങ്ങൾ അടുത്ത തവണ ഒരു വാർത്ത വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ കേൾക്കുമ്പോൾ, അതും അല്ലെങ്കിൽ ഒരു പരസ്യം കാണുമ്പോൾ ഈ 4 ചോദ്യങ്ങളൊന്ന് മനസ്സിലിട്ട് ചോദിച്ചു നോക്കൂ. പതുക്കെ ഇതൊരു ശീലമാകും, നിങ്ങളുടെ ചിന്തയുടെ ഭാഗമാകും. അപ്പോൾ പിന്നെ കുറച്ചുകൂടി റാഷണലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും തെറ്റിദ്ധാരണകളിൽ പെടാതിരിക്കാനും ഇത് ശരിക്കും സഹായിക്കും. തീർച്ചയായും. അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി. ഈ ഒരു അനാലിസിസ് ടൂൾ ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അടുത്തതായി നിങ്ങൾ എന്തിനെയായിരിക്കും ഈ 4 സ്റ്റെപ്പിലൂടെ ഒന്ന് കടത്തിവിടാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായി വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം, അതോ ഇന്നലെ കേട്ട പുതിയൊരു ക്ലെയിം ആയിരിക്കുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ചിന്ത നിങ്ങൾക്ക് വിടുന്നു. ശരി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.